ഞാൻ കൊന്നു എന്റെ ഈ കൈ കൊണ്ട്. കൃത്യം ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊരു സഹായി ഉണ്ടായിരുന്നു. ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്നത് ആരാന്ന് കൂടി പറയുന്നല്ലേ നല്ലത്. ഇല്ല, എന്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല. ഞാനാ ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാവനെ. ഓക്കെ, ആ ഫോട്ടോസ് നെഗറ്റീവ് എന്ത് ചെയ്തു? രാത്രി തന്നെ ഞാനതൊക്കെ കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയ 10 ലക്ഷം രൂപ തിരിച്ചെടുത്തോ? ഇല്ല, ആ നേരത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ അഡ്വക്കേറ്റ് സേതുലക്ഷ്മി, സഞ്ജനയുടെ ലീഗൽ അഡ്വൈസറാണ്. എന്തായി സാറിന്റെ ചോദ്യം ചെയ്യൽ? സഞ്ജനയെ കൊണ്ട് കുറ്റമെല്ലാം സമ്മതിപ്പിച്ചോ? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഈ അഭിനേത്രിയെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു കൊടും ക്രിമിനലിനെ പോലെ വഴിയിൽ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇതിന് തക്കവണ്ണം എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പിക്ക് പോലും അറിയില്ല എന്ത് ലാഭത്തിന് വേണ്ടിയാ തന്റെ സബോർഡിനേറ്റ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ചൂടാവാതെ മേഡം, എന്താ പ്രശ്നം പറ. പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. സഞ്ജനയുടെ മുൻകൂർ ജാമ്യം ഇത് കിട്ടാനൊരല്പം വൈകി. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഈ കുട്ടിക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇത് വാങ്ങി ഇവിടെ ഇറക്കി വിടണം മിസ്റ്റർ. മുൻകൂർ ജാമ്യം മേഡത്തിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇത് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന മുമ്പ് ഞാൻ എന്റെ ചെറിയ ശീലം പറയാം. എന്നോട് 4 വർത്താനം പറയുന്നവരോട് ഞാൻ തിരിച്ചെട്ടു പറയും. മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീരൂപം പോലെ ആയതുകൊണ്ട് ഒരു ചെറിയ റിഡക്ഷൻ ഞാൻ 6 പറയുന്നുള്ളൂ. സിനിമാ നടി സഞ്ജനയ്ക്കും അഡ്വക്കേറ്റ് സേതുലക്ഷ്മിക്കും ഒരു നേരം മക്കൾക്ക് ആഹാരത്തിന് വേണ്ടി പീഡികത്തിണയിൽ ഇരട്ടിൽ ശരീരം വിൽക്കുന്ന പൊടിയാടി സരസുനും ഒരു നിയമ, ഒരൊറ്റ നിയമം. അത് ക്രിമിനലാണെന്ന് തോന്നിയാൽ സത്യം കൈകാര്യം ചെയ്യുന്ന ഒരേ രീതിയിലാ. വേണ്ടി വന്നാൽ മേഡത്തിന്റെ കയ്യിലേക്ക് മുൻകൂർ ജാമ്യം കീറി കാറ്റി പറിച്ചിട്ട് എനിക്ക് കുട്ടി വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. കാരണം കൊല ചെയ്തത് ഈ കുട്ടിയാണെന്ന് സമ്മതിച്ചു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിന്ന് വാചകടിച്ച് കഥ സാധനത്തിനും കൊണ്ടുപോ. ഞാൻ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്ര കരം പെട്ടി കുട്ടിക്ക് കാര്യം പെട്ടി കിട്ടിന്ന് പൊട്ടിച്ച് അഡ്വക്കേറ്റിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചോടുക്കടാ. തൊണ്ട പറഞ്ഞിരിക്കുക. കുടിച്ചടോ. പ്രതി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അവരെ കസ്റ്റഡിയിലെടുക്കാതെ കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് കഷ്ടമാണ് സാർ. അതുകൊണ്ട് ഡിവൈഎസ്പി എന്നുള്ള നിലയ്ക്ക് സഞ്ജനയെ കസ്റ്റഡിയിലെടുക്കാൻ എനിക്ക് അനുവാദം തരണം സാർ. ജനം വയലന്റ് ആണ്. ഇപ്പൊ ആര് ചത്താലും ഏതെങ്കിലും ഒരു പാർട്ടി ഏറ്റെടുക്കല്ലേ. മോളിൽ നിന്നുള്ള ഫോൺ കോൾ കാരണം എന്റെ ചെവി അടഞ്ഞു. എന്ത് എക്സ്പ്ലനേഷനാ സത്യ തനിക്ക് തരാനുള്ളത്? സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തലയിലേറ്റ മാരകമായ അടിയാണ് മരണകാരണം. അതുകൊണ്ട് തന്നെ സഞ്ജനയ്ക്ക് ഒരു സഹായി ഉണ്ടായിരുന്നതായി നമുക്ക് സംശയിക്കാം. അയാളെ രക്ഷിക്കാൻ അവൾ കുറ്റം സ്വയം ഏറ്റതാവാം. അങ്ങനെയാണെങ്കിൽ പോലും സഞ്ജന വിമൽ റോയ്ക്ക് നൽകിയെന്ന് പറയുന്ന 10 ലക്ഷം ഉറുപ്പിക അവിടെ പോയിന്നറിയില്ല. അതുകൊണ്ട് കൊലപാതകത്തിൽ രണ്ടാമതൊരാൾ കൂടിയുണ്ടെന്നാണ് എന്റെ നിഗമനം. ഹലോ സാർ, ആ കാര്യം തന്നെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ല, നടിയാണെന്നുള്ള യാതൊരു ആനുകൂല്യവും കൊടുക്കുന്നില്ല സാർ. നഗ്നമായ നിയമലംഘനമാണ് CI സത്യനാഥൻ നടത്തിയിരിക്കുന്നത്. കൊലപാതകം ചെയ്തത് നടി സഞ്ജനയാണെന്ന് വ്യക്തമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഈ അമ്മയുടെ കണ്ണീരിനോട് കാണിക്കുന്ന അവഹേളനമാണ്. ഇതിങ്ങനെ തുടർന്നു പോകാൻ നമുക്കാവില്ല. ശക്തമായ ഒരു പ്രക്ഷോഭ പരമ്പര തന്നെ തുടങ്ങാൻ ഈ ആക്ഷൻ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. വിമൽ റോയെ കൊന്നത് സഞ്ജനയാണെന്ന് ഉറച്ചു പറയാൻ എന്താ കാരണം? ആക്ച്വലി ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ സഞ്ജനയുടെ കുറെ വൃത്തികെട്ട ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് എവിടൊക്കെയോ അഴിഞ്ഞാടി നടന്ന കാലത്തുള്ളത്. അത് കൈക്കലാക്കാൻ വേണ്ടി അവൾ അവരെ തട്ടിയത് തന്നെ ഉറപ്പാ.
പോലീസ് ഓഫീസർ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഇതൊക്കെ അയാളോട് പറഞ്ഞതാ. പിന്നെന്താ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്കറിയില്ല. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാണും. നടി സഞ്ജനയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. സത്യനാഥൻ നീതി പാലിക്കുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. നടി സഞ്ജനയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. നടി സഞ്ജനയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. സത്യനാഥൻ നീതി പാലിക്കുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. നോ മോർ എക്സ്പ്ലനേഷൻസ്. പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യണം. സാർ എന്താ ഈ പറയണത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസ് കോടതിയിലെത്തിയാൽ അത് തള്ളിപ്പോകും. പതിവ് പോലെ കേരള പോലീസിനെ കുറെ ശകാരിച്ചിട്ട് അവർ വേറെ അന്വേഷണ ഏജൻസി ഏൽപ്പിക്കും. അല്ലെങ്കിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. 24 മണിക്കൂറിനകം അറസ്റ്റ് നടന്നില്ലെങ്കിൽ വേറെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനം. സാർ, ഒരാഴ്ച കൂടി, 7 ദിവസം, അതിനുള്ളിൽ കേസ് ഞാൻ തെളിയിക്കും. ഒരാഴ്ചയൊന്നും പറ്റില്ല. 24 മണിക്കൂറിനകം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. 24 മണിക്കൂറിനകം എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് ലീവ് എടുത്ത് നാട്ടിൽ പോകാനേ പറ്റൂ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. കൊള്ളാം സാറേ. മര്യാദയ്ക്ക് നാട്ടിൽ കിടന്ന് എന്നെ ഉപദേശിച്ച് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാനായിട്ട് സൃഷ്ടിച്ച കേസ് ഇത്രയും ഒക്കെ ആക്കി വെച്ചിട്ട് ഇപ്പതേ തിരിച്ചു പൊക്കോളാൻ. ഇപ്പൊ സത്യനാഥൻ ആരായി സാറേ? SP ഫിലിപ്പ് തരകൻ സാർ. ശരി സാർ, ഓക്കെ. കേസ് CBIക്ക് വിട്ടുന്നു. Hello, sir. Yes. I'm Nandini Verma from CBI. Oh. യു ക്യാരി ഓൺ. Take your seat. Thank you. വിമൽ റോയ് വധക്കേസിന്റെ അന്വേഷണം ഒരു ലേഡിക്കാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ആളിത്ര ചെറുപ്പാണെന്ന് കരുതിയില്ല. സർ, എനിക്ക് ഈ കാര്യത്തിൽ കേരള പോലീസിന്റെ എല്ലാ ഹെൽപ്പും വേണം. തീർച്ചയായും ഈ കേസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരാള് CI സത്യനാഥനാണ്. ഹൈവേ സൈഡിൽ കണ്ടെത്തിയ ഡെഡ് ബോഡി സാധാരണഗതിയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടുകൊടുക്കുന്നതോടെ അവസാനിക്കേണ്ട ഒരു കേസ്. അത് ഇത്രയും ആക്കിയത് സത്യനാണ്. കേസ് തെളിയിക്കാൻ 7 ദിവസം കൂടെ സമയം നൽകണമെന്ന് സത്യൻ എന്നോട് ആവശ്യപ്പെട്ടതാ. പക്ഷേ 7 ദിവസം കൊണ്ട് ഈ കേസ് തെളിയുമായിരുന്നെങ്കിൽ അയാൾക്കത് നേരത്തെ ആകരുതായിരുന്നു. അതെ, എന്നാലും മർഡറിന്റെ ഫുൾ ഡീറ്റെയിൽസുമായി ഞാൻ സത്യനെ നിങ്ങളുടെ ഓഫീസിലേക്ക് അയക്കാം. എന്തു പറയുന്നു? ഓക്കെ സർ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്.